A warm good morning to all. The school plays a very significant role in dedicating the values that a student imbibes through education. I am very happy to be in your midst to inaugurate the virtual school first 2021 of St. Paul's English Medium School, Taliparambo. Today, all of you get a chance to express yourself in the best spirit of friendly competitiveness. It is a time to enjoy the splash of immense talents in the huge canvas that is spread out for you. All this would not be possible without an organizing team. I congratulate and thank the school principal, Reverend Sister Bindu Joseph, and all the teachers for their selfless effort to make this event a great success. Let me wish all of you a good success. Respected school manager, Reverend Father Shobi George, teachers, parents and my dear students. School lays the foundation for the future of the students and ensures a stable, successful and satisfied life. It is here that we begin to learn our lessons of life, to accept challenges, face competitions, defeat and failure, and rejoice at victory and triumph. Every child has a light within them. Every ray of light that is radiated by them makes them shine in the wide world. So, my dear students, prevailing pandemic situations compelled us to have virtual school Kalolsavam. Make use of this opportunity. Do the work with intention, not because of compulsion. Best wishes and God's blessings. മകരക്കൊയ്ത്തു വന്നല്ലോ, മലഞ്ചെരുവിലെ മംഗമാർക്കിന്നുത്സവമല്ലോ. പരിഭവമോർക്കാതെ ഒരു നേരം കഞ്ഞിക്ക് പകരം നീ ഞങ്ങളെ കാക്കേണമേ. ഒരു നേരമല്ല പല നേരമുണ്ണാൻ ഒരുപാട് വരനല്ല് നൽകിയില്ലേ, ഒരുപാട് വരനല്ല് നൽകിയില്ലേ. ഒരു കാര്യം നാം കൽപ്പിച്ചിടാം, ഒരു രാവിൽ മാരനെ വിട്ടുറങ്ങ്, ഒരു രാവിൽ എന്നോട് ചേർന്നുറങ്ങ്. നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ, നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ.
കേൾക്കട്ടെ, നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ, നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ. ഇരവേറെ ചെന്നപ്പോൾ ഒരു പാളത്തൊപ്പിയിൽ കുന്നെല്ലുമായിട്ടു വന്നുമാരൻ, കുറുനിറമാറ്റിയൻ കാതിൽ ചൊല്ലി ജന്മിയെ കയ്യേറി നെല്ലു കവർന്നു. ഒരു പിടിക്കഞ്ഞി ഞാൻ കോരിയൊഴിക്കുമ്പോൾ പടികടന്നു വന്നു പോലീസ് തമ്പാനും. ഭക്തിയുടുപ്പിട്ട പോലീസ് ചെന്നായ്ക്കൾ കൊക്കിന്റെ പട്ടയാൽ തല്ലിച്ചതച്ചു. കൊല്ലല്ലേ മാനെ, ഒരു നേരം കഞ്ഞിക്ക് വകയില്ലാതടിയങ്ങൾ ചെയ്തതാണേ. പിന്നെയും തല്ലുവാൻ തോക്കുയർത്തുമ്പോൾ പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല. ഇറയിൽ നിന്നും അരിവാളെടുത്തു ഞാൻ പെട്ടെന്ന് വെട്ടിയ ചെന്നായേ. ചൊല്ലുമോ കൂട്ടരെ, ചൊല്ലുമോ നിങ്ങളീ ചിരുതൻ പാതകമന്യായമോ. ചൊല്ലുമോ കൂട്ടരെ, ചൊല്ലുമോ നിങ്ങളീ ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ. സന്തോഷം മാത്രമാമരങ്ങളില്ല. പിറക്കാത്ത ദുഃഖത്തിൽ കഴിയുന്നു ശിവഭക്തരാം തമ്പ്രാനും തമ്പ്രാട്ടിയും. ശയനത്തിൽ ശിവദർശനെ സ്വപ്നെ തമ്പ്രാട്ടി ഉണർന്നോ പുലരിയായി. കോഴിമാറും യാത്രയാ ഒരു പൈതൽ ശിവദേവൻ നൽകിയ നിധിയല്ലയോ. മറക്കലോ സന്തോഷം അലതല്ലി. ഉണ്ണി വളർന്നു ബാലനായി കൗമാരം പടിവാതിൽ നിന്നു. മാറുന്നു ഭാവങ്ങൾ ഭീതികൾ. ഉണ്ണിക്കു കൂട്ടുകാരടിയാളന്മാർ. കടവിനക്കരെ പറച്ചിയൂരിൽ അടിയാളത്തിലെ കൂട്ടുകൂടി. തോട്ടിൽ ചൂണ്ടയിട്ടു കാട്ടിൽ നായാടി കല്ലുനോക്കി മാംസം കഴിച്ചിരുന്നു.
മനസ്സിൽ ബന്ധിക്കുന്നു. ജലപാനം നൽകില്ല പൊന്നുണ്ണി, കുരുത്തക്കേടുകൾ ഏറെയായി. അല്പം കഴിഞ്ഞപ്പോൾ അമ്മ തന്മാനസം സ്നേഹമായി, പിന്നെ വാത്സല്യമായി. മനക്കലെ മച്ചിന്മേൽ എത്തിയ അമ്മ അറപ്പുരവാതിൽ തുറന്നു നോക്കി. ആകെ സ്തംഭിച്ചു തമ്പ്രാട്ടി. ഉണ്ണി വളർന്ന് മച്ചും തകർത്ത് തലവീടുന്നു. തലയും മുഖവും കാണാനില്ല. പരിഭ്രമിച്ചോടി തമ്പ്രാട്ടി പടിപ്പുരവാതിൽ കലത്തി നിന്നു. മനക്കരെ മച്ചും തകർത്തുണ്ണി വെറും ദൈവമായി മാറി. തലയ്ക്കു മുകളിൽ ഭയന്നൊര തമ്പ്രാട്ടി നോക്കാനാവാതെ കൈകൾ കൂപ്പി നിന്നു. അലറുന്ന ഉണ്ണി അമ്മയോട് ചൊല്ലി, മനുഷ്യനു ജാതിയൊന്നാണ്, അടിയാളം പറയൂ ദൈവമാകും ഞാൻ. ദൈവമായാലും അമ്മയ്ക്കു നീ ഉണ്ണി, ഈ അഗ്നികോളത്താൽ ഉണ്ണി നിൻ മുഖം ഒന്നു കാണാനില്ല. കണ്ണുകൾ മൂടി മുത്തപ്പനായി ദർശനം നൽകൂ പരശിനിക്കടവിൽ. പരശിനിക്കടവിൽ അനുഗ്രഹിച്ചിടുന്നു മുത്തപ്പൻ ദൈവം. ദുരിതങ്ങൾ നീക്കി സൗഖ്യം നൽകി അനുഗ്രഹിച്ചിടുന്നു മുത്തപ്പൻ ദൈവം. അനുഗ്രഹിച്ചിടുന്നു മുത്തപ്പൻ ദൈവം. തന്താനേ താനേ തകതന്താനേ, തന്താനേ താനേ തകതന്താനേ. മാടിമഴകൾ ചൊരിഞ്ചേ തെയ്യന്തരാ, ചെറുവയലുകളൊക്കെ നനഞ്ചേ തെയ്യന്തരാ. കൂട്ടിയൊരുക്കി പറഞ്ഞേ തെയ്യന്തരാ, ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ തെയ്യന്തരാ. എന്റെ ചന്തം ചിന്താമരച്ചന്തം, എന്റെ പാട്ട് പൂങ്കുയിൽ പാട്ട്. എന്റെ കണ്ണ് പുള്ളിമാൻ കണ്ണ്, എന്റെ ചൂരോ ചെമ്പകച്ചൂര്. ഏനേനോ നേനേനോ നേനേനേനോ. പുഞ്ചപ്പാടത്തെ പൊന്നാരി പാടത്തെ അറിയാത്തി പെണ്ണിവൾ ചിരുതേ. അപ്പനെ കാണുവാൻ ആരെല്ലാമോ വന്നേ, ഏതോ കാര്യം പ്രേമമായി ചൊല്ലുന്നേ. എന്താണാവോ ഏതാണാവോ, ഏനൊന്നറിയാതെ എത്തിച്ചു കേട്ടല്ലോ സിനിമയിലെടുക്കുമത്രേ. ഏനെ നായികയാക്കുമത്രേ. മലയാളദേശത്തെ ആദ്യത്തെ നായിക അടിയാളക്കൊടിയിലെ പെണ്ണിവളായി. ഒന്നും അറിയാതെ ചിരുതേ പെണ്ണിവൾ
അഭിനയിക്കാനായി ചെന്നങ്ങിനെ പിന്നെ ചായമിട്ടു മുഖമവർ കണ്ണിൽ കരിമഷി എഴുതി ചുണ്ടു ചുമപ്പിച്ചു മുടി ചീകി ഒതുക്കി മനക്കല തമ്പ്രാട്ടി പോൽ ഉടുത്തൊരുക്കി ഏന് മെല്ലെ അഭിനയമെന്തെന്ന് പറഞ്ഞു തന്നു 5-6 മാസങ്ങൾ വേഗം കഴിഞ്ഞല്ലോ തീണ്ടപ്പാടില്ലാതെ വീണും കഴിഞ്ഞല്ലോ സിനിമക്കാരെല്ലാം നല്ലത് ചൊന്നല്ലോ അഭിനയം കഴിഞ്ഞേനും മടങ്ങിയില്ലോ പുത്തരിക്കണ്ടത്തിൽ പണിയും നേരം കാളി പെണ്ണു ചൊല്ലി കഥയറിഞ്ഞോ നാട്ടിലെ കൊട്ടകയിൽ പടം വന്നിന്നാൽ ആദ്യം തന്നെ കാണാനായി ഏനും നീനച്ചേ വിളക്കണഞ്ഞു സിനിമ തുടങ്ങി അമ്പലത്തിൻ കൽവിളക്കിൽ നെയ്ത്തിരി കത്തുന്ന രംഗം കൂടെ തമ്പ്രാട്ടി വേഷത്തിൽ തൊഴുതു നിൽക്കുന്ന എന്റെ മുഖം കണ്ണിമയ്ക്കാതെ ഏനിരുന്നു ഏനോ ഇത് നടുങ്ങി വിറച്ചു ഞാൻ ഉച്ചത്തിൽ തമ്പ്രാക്കളലറുന്നു തീണ്ടാജാതികൾ തമ്പ്രാട്ടി വേഷത്തിൽ അമ്പലനടയിൽ പ്രാർത്ഥനയോ നാട്ടാചാരങ്ങൾ മാറ്റുവാൻ നോക്കുന്ന കള്ളപ്പരിശകളെ വേഗം കത്തിച്ചു കളയുക സിനിമ തീപ്പന്തങ്ങൾ ഉയരുന്നു അലർച്ചകൾക്കിടയിൽ ആരോ ഏന്റെ നേരെ വിരൽ ചൂണ്ടുന്നു പേപ്പട്ടികളെ പോലെ ആക്രോശിച്ചവർ എത്തും മുൻപേ തിരിഞ്ഞോടി ഞാൻ ദൂരെയായി അതിദൂരെയായി ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ നേനേനേനോ ഏനേനേനോ ഏനേനേനോ ഏനേനോ नमस्कार, मेरा नाम ऋषिकेश है और आज मैं आपके समक्ष एक प्रेरणादायक कविता प्रस्तुत करने जा रहा हूँ जिसका शीर्षक है कोशिश करने वालों की कभी हार नहीं होती। इस कविता सोहनलाल द्विवेदी जी द्वारा लिखा गया है। चलिए सुनते हैं यह अद्भुत कविता। लहरों से डरकर नौका पार नहीं होती, कोशिश करने वालों की कभी हार नहीं होती। कोशिश करने वालों की कभी हार नहीं होती। नन्ही चींटी जब दाना लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है। मन का विश्वास रगों में साहस भरता है, चढ़कर गिरना गिरकर चढ़ना ना अखरता है। आखिर उसकी मेहनत बेकार नहीं होती। कोशिश करने वालों की कभी हार नहीं होती। कोशिश करने वालों की कभी हार नहीं होती। डुबकियाँ सिंधु में गोताखोर लगाता है, डुबकियाँ सिंधु में गोताखोर लगाता है, जा जाकर खाली हाथ लौट कर आता है। मिलते नहीं सहज ही मोती गहरे पानी में, मिलते नहीं सहज ही मोती गहरे पानी में, बढ़ता दुगना उत्साह इसी हैरानी में। मुट्ठी उसकी खाली हर बार नहीं होती, कोशिश करने वालों की कभी हार नहीं होती। कोशिश करने वालों की कभी हार नहीं होती। असफलता एक चुनौती है, इसे स्वीकार करो। असफलता एक चुनौती है, इसे स्वीकार करो। क्या कमी रह गई देखो और सुधार करो। जब तक ना सफल हो नींद चैन को त्यागो तुम, संघर्ष का मैदान छोड़ मत भागो तुम। कुछ किए बिना ही जय जयकार नहीं होती, कोशिश करने वालों की कभी हार नहीं होती। कोशिश करने वालों की कभी हार नहीं होती। धन्यवाद। नमस्ते, आज मैं मैथिली शरण गुप्त के मनुष्यता नामक कविता प्रस्तुत करने जा रही हूँ। विचार लो कि मृत्यु हो न मृत्यु से डरो कभी, मरो परंतु यो मरो याद जो करे सभी। हुआ न युस मृत्यु तो वृथा मरे वृथा जिए,
मरा नहीं वही की जो जियान आपके लिए। वही पशु प्रवृत्ति है कि आप ही चरे, वही मनुष्य है कि जो मनुष्य के लिए मरे। उसी उदार की कथा सरस्वती बखानती, उसी उदार से धरा कृतांत भाव मानती। उसी उदार की सदा सजीव कीर्ति गूंजती, उसी उदार को समस्त सृष्टि पूजती। अखंड आत्मभाव जो असीम विश्व में भरे, वही मनुष्य है कि जो मनुष्य के लिए मरे। रहो न भूल के कभी मतांग तुच्छ वित्त में, सनाद जान आपको करो न गर्व चित्त में। अनाद कौन है यहाँ, अनाद कौन है यहाँ, त्रिलोकनाथ साथ है, दयालु दीन बंधु के बड़े विशाल हाथ है। अतीव भाग्यहीन है अधीर भाव जो करे, वही मनुष्य है कि जो मनुष्य के लिए मरे। चलो अभीष्ट मार्ग पर सहर्ष खेलते हुए, चलो अभीष्ट मार्ग पर सहर्ष खेलते हुए, विपत्ति विघ्न जो पड़े उन्हें धकेलते हुए। खटे न हेल मेल हाँ, खटे न हेल मेल हाँ, बड़े न भिन्नता कभी, अतर्क एक पंथ के सतर्क पंथ हो सभी। तभी समर्थ भाव है कि तारता हुआ करे, वही मनुष्य है कि जो मनुष्य के लिए मरे, वही मनुष्य है कि जो मनुष्य के लिए मरे। धन्यवाद। नमस्कार, मैं आप सबके सामने पुष्यमित्रा उपाध्याय के द्रौपदी नामक कविता गाती हूँ। उठो द्रौपदी वस्त्र संभालो, अब गोविंद ना आएंगे। कब तक आस लगाओगी तुम बिके हुए अखबारों से, कैसी रक्षा मांग रही हो दुशासन दरबारों से। स्वयं जो लज्जाहीन पड़े हैं वे क्या लाज बचाएंगे। उठो द्रौपदी वस्त्र संभालो, अब गोविंद ना आएंगे। कल तक केवल अंधा राजा अब गूंगा बहरा भी है। होंठ सिल दिए हैं जिंदा के, कानों पर पहरा भी है। तुम ही कहो ये अश्रु तुम्हारे, किसको क्या समझाएंगे। उठो द्रौपदी वस्त्र संभालो, अब गोविंद ना आएंगे। उठो द्रौपदी वस्त्र संभालो, अब गोविंद ना आएंगे। छोड़ो मेहंदी भुजा संभालो, खुद ही अपना चीर बचा लो। गूत बिछाए बैठे शगुनी, मस्तक सब बिक जाएंगे। धन्यवाद। നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, താരക സുന്ദരി നിന്നു. താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. പ്രിയകരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മൊട്ടു വിടർന്നു. പ്രിയകരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മൊട്ടു വിടർന്നു. കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാവുകൾ നീളെ പടർന്നു. കാവുകൾ നീളെ പടർന്നു.
മാത്രമായി തളർന്നു. നാണം തുളുമ്പുമാ കായലിൻ നെഞ്ചകം പ്രേമാദ്രമായി തളർന്നു. കളകളനൂ പുര മുഖരിത പുളിനങ്ങൾ കളകളനൂ പുര മുഖരിത പുളിനങ്ങൾ ലാസ്യമദാലസമാടി ലാസ്യമദാലസമാടി നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിലകച്ചിരി തൂക്കും മാനത്തിൻ മുറ്റത്ത് മതിലകച്ചിരി തൂക്കും മാനത്തിൻ മുറ്റത്ത് താരകസുന്ദരി നിന്നു. താരകസുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. വഴിയാതിര
ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മൊട്ടു വിടർന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മൊട്ടു വിടർന്നു. കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാവുകൾ നീളെ പറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നാണം തുളുമ്പുമാ കായലിൻ നെഞ്ചകം പ്രേമാർദ്രമായി തളർന്നു. നാണം തുളുമ്പുമാ കായലിൻ നെഞ്ചകം പ്രേമാർദ്രമായി തളർന്നു. കളകള നോപുര മുഖരിത പുളിനങ്ങൾ, കളകള നോപുര മുഖരിത പുളിനങ്ങൾ, ലാസ്യമതാലസമായി. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മാന്യ സദസ്സിന് വന്ദനം. എല്ലാ അമ്മമാരും മക്കൾക്ക് ഹൃദയത്തിലാണ് സ്ഥാനം നൽകുന്നത്. മാതൃസ്നേഹത്തിൻ്റെ മഹനീയത വ്യക്തമാക്കുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ മാമ്പഴം എന്ന കഥാകാവ്യത്തെ ആസ്പദമാക്കി ഒരു കഥാപ്രസംഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കഥ മാമ്പഴം. ആ കാണുന്ന വീടിൻ്റെ മുറ്റത്തൊരു തേന്മാവ് പൊൻകുലകളാൽ കിരീടം ചൂടി നിൽക്കുന്നു. അതാ മാവിൻ്റെ ചുവട്ടിൽ ഒരു കൊച്ചു കമ്പുമായ മാവിൻ ചോട്ടിലായി ഒരു ബാലൻ നിന്നു കളിച്ചിടുന്നു. ആ മാവിൻ പൂവുകൾ ആ മണിമുത്തുകൾ ആ ബാലൻ തല്ലിപ്പൊഴിച്ചിടുന്നു. ആനന്ദ ചിത്തനായി ആഹ്ലാദ നൃത്തനായി അതിലൊരു പൂങ്കുല കയ്യിലേന്തി. അതാ ബാലൻ ആ കമ്പെടുത്ത് പൂങ്കുലകളെല്ലാം തല്ലിപ്പൊഴിക്കുകയാണ്. അവൻ വളരെ സന്തോഷത്തോടെ തല്ലിപ്പൊഴിച്ച പൂങ്കുലകളുമായി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. നോക്കൂ അമ്മേ, പൂങ്കുലകൾ. അമ്മ തിരിഞ്ഞു നോക്കി. മഞ്ഞ പട്ടു വിരിച്ചതുപോലെ പൂക്കളെല്ലാം ചിതറിക്കിടക്കുന്നത് കണ്ടു. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവൊടിച്ചു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ. മാങ്കണി വീഴും നേരം ഓടിച്ചെന്നെടുക്കുവാൻ പൂങ്കുല തല്ലുന്നത് തല്ലുകിട്ടാഞ്ഞിട്ടല്ലേ. മാമ്പഴം വീഴുമ്പോൾ ഓടിച്ചെന്ന് എടുക്കേണ്ട നീ പൂങ്കുലകൾ തല്ലുന്നത് തല്ലു കിട്ടാഞ്ഞിട്ടല്ലേ എന്നമ്മ ദേഷ്യത്തോടെ പറയുന്നു. എന്നിട്ട് മാവിൽ നിന്ന് ഒരു കമ്പൊടിച്ച് അവനെ ചെറുതായി ഒന്ന് തല്ലി.
അമ്മയുടെ തല്ല് ആദ്യമായി കിട്ടുകയാണ് അവന്. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണുനീർ തടാകമായി. ആ പിഞ്ചു കുഞ്ഞിൻ്റെ കവിള് ചുവന്നു തൊടുത്തു. കളങ്കമറിയാത്ത കണ്ണുകൾ കണ്ണുനീർ തടാകമായി. ഭാവിയെപ്പറ്റി പറയുന്നത് പോലെ, പ്രപഞ്ച രഹസ്യം വെളിപ്പെടുത്തും പോലെ പൊട്ടിക്കരഞ്ഞ് അവൻ പറഞ്ഞു, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴും മലർക്കുല എറിഞ്ഞു മണ്ണിൽ. നാളുകൾ പലതു കഴിഞ്ഞു, പൂവുകൾ ചിലത് കൊഴിഞ്ഞു. മാവിൻ്റെ ശിഖരങ്ങളിൽ പഴുത്തതും അല്ലാത്തതുമായ മാമ്പഴം വിരിഞ്ഞു. അണ്ണാരക്കണ്ണന്മാർക്കും കിളികൾക്കും ബാലികാബാലന്മാർക്കും ഉത്സവകാലം. അയൽപക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോടവർ തെന്മാവിൻ ചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു. മാത്രമല്ല, പൂവാലൻ അണ്ണാർക്കണ്ണ മാമ്പഴം തരികെന്ന് പൂവാലും വിളിയോടെ വിളിച്ചു പറയുന്നു. അയൽപക്കത്തെ കുട്ടികളെല്ലാം അവരുടെ മാവിൻ്റെ ചുവട്ടിൽ മാമ്പഴത്തിനായി കാത്തിരിക്കുകയാണ്. അണ്ണാരക്കണ്ണന്മാരോട് മാമ്പഴം പറിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരമ്മ, നമ്മുടെ ആ അമ്മ പൊട്ടിത്തകർന്ന ഹൃദയവുമായി നെടുവീർപ്പോടെ നിരാശയോടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഇളം കാറ്റ് വീശി ഒരു മാമ്പഴം ഞെട്ടറ്റു വീണു. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മതൻ കണ്ണിൽ നിന്ന് ഉതിർന്നു ചൂടു കണ്ണീർ. ആ മാവിൻ്റെ അവകാശി ഇപ്പോൾ ആ അമ്മയുടെ അടുത്തില്ല. ഉതിർന്നു വീണ കണ്ണീരോടെ ആ മാമ്പഴവും കയ്യിലെടുത്ത് തൻ്റെ മകനെ അടക്കം ചെയ്ത ഭൂമിയിലേക്ക് വെച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം, വാസ്തവമറിയാതെ നീരസം കാണിച്ചു നീ പോയിലും കുഞ്ഞേ, നീതു നുകർന്നാലേ അമ്മയ്ക്ക് സുഖമാകൂ. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി നീ ഉണ്ണാൻ വരാറില്ലേ. ഒരിക്കലും വരുമില്ലെന്നറിഞ്ഞിട്ടും തൻ്റെ പൊന്നോമനയ്ക്കായി കാത്തിരിക്കുകയാണ് ഈ അമ്മ. മാതൃസ്നേഹത്തിൻ്റെ മുന്നിൽ മാതൃസ്നേഹത്തിൻ്റെ മഹത്വം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Hello everyone. Today it is my greatest honor to welcome all of you on this day where we celebrate the annual day of our school. I would like to welcome all of you on behalf of our St. Paul's family. Yes, this is the day of celebration, tradition and success. To double the joy, we have our greatest personalities with us. Please welcome our gorgeous, our most graceful dancer and a wonderful actor, Mrs. Manju Warrier. We all know that she is a wonderful dancer, she is a wonderful personality and she is the woman power. Yes, she is the Iron Lady. So, next, I would like to welcome our school manager, Father Shobi George, who is the father of our school, who guides us from darkness to lights. Father, welcome. Now it's time to welcome our principal, Sister Bintu, the mother of our school, who is a greatest inspiration for all us. Sister, welcome to the show. Now let us welcome all our dignitaries to light the lamp. Please. On lighting the lamp, let us pray to God for all the blessings that He had given to us. Let us open a door to the world of wisdom and knowledge. Dear Sona ma'am, please. Now, I would like to welcome our chief guest, Mrs. Manju Warrier, to show her thoughts and experiences. Ma'am, please. Thank you, ma'am, for your inspirational words. We all are blessed. Now, I welcome our principal, Sister Bindu Joseph, to give a speech.
Thank you, sister, for inspiring words. Now, I welcome our father, Shobhi George, to deliver a speech. Thank you, father. And now, the most awaited programs are here. Let us start the show with the prayer dance, where the children of class 8 to 10 are lined up. Wow, that was a wonderful program. Now, it's time to conclude our show. Now, I welcome our presenter ma'am to give the vote of thanks. It's time to end our show. Last but not the least, we will be meeting in the next year. Thank you so much. Honorable dignitaries and most valued parents, the broad sun is sinking down. The glittering stars on the late evening dark blue sky announced the arrival of great evening. And I, Alona Thomas, extend a warm and cordial welcome to all of you in the evening of great promise. To develop the abilities in every individual, to attract their creativity, to foster a spirit of autonomy and to develop a feeling of responsibility. To society has been the aim of St. Paul's English Medium School, and keeping this in our mind, we are going to present another annual day showcasing the talent of around 700 children of class 3rd to 10th. In this program, I am sure all those sitting over here will surely have the great fun and experience. The colorful action dances of our tiny toads dazzle you. So, get ready to experience this splendor. It's our proud privilege to have our guest of honor. He is the former manager of St. Paul's English Medium School, and he built our school, Reverend Father Devasya Puducherry. Along with him, we have our school manager, Father Shobhi George, and Principal Sister Bindu Joseph, our guiding stars. Now, I would like to welcome our chief guest, Reverend Father Devasya Puducherry, on stage for lamp lighting. Father, please grace us with your presence on the podium. Let us wish this light of education takes over the darkness. Please welcome all our dignitaries with a huge round of applause. I request all you to rise up for a prayer song. Now, I request the principal to give a floral welcome and present a memento. Thank you so much, sister. Now, let's welcome the student of our music band group who is going to present a Saraswati Vandana. This melodious song has filled the whole atmosphere with positive energy. Don't we have a great talent in our St. Paul's school? I would like to invite principal on the stage for the prize distribution ceremony. Let's have a big clap for all the participants in all categories. Our institution has witnessed a lot of changes in the last 2 years. I request our school manager, Father Shobhi George, to present a welcome speech. Thank you so much, Father. Last but not the least, I sincerely welcome all my dear friends. Once again, I welcome everyone to the annual day function. What are the accomplishments of our institution? In this session, I would like to welcome Sister Bindu Joseph to present an annual report. Thank you, sister. We acknowledge the contribution of our dedicated staff for all this achievement. So, I invite our chief guest to enlighten us with his ideas. It rightly said, good intention die unless they are executed. So, we promise you to execute all the wonderful ideas suggested by you. Thank you so much, Father, for giving such imaginary ideas. The moment has arrived that you have been waiting along. So, get ready to experience an unimaginable joy and thrill. Now, we will invite Ms. Prasanna Kumari for vote of thanks. Thank you, ma'am. Let me first of all thanks to the Almighty, the Creator, from the bottom of my heart for making today's occasion a most successful event. For this, we are so beautified and thankful to God. I extend a very heartfelt vote of thanks to distinguished personality, our chief guest, Reverend Father Devasya Puducherry, for giving this event such a grace. Thank you, Father, for your prized time and worthwhile words. And we are grateful to the parents who are so cooperating and compassionate. Finally,
We thank the shining stars of St. Paul's English Medium School for their wonderful performance. You are the crown of today's program. I thank everyone for putting effort from plan into success of the program. I declare that St. Paul's English Medium School annual day function is now concluded. Thank you again. Good night. Namaste, Adab, greetings to one and all present here. One more year has passed, leaving a handful of memories to cherish for a lifetime. A new chapter of life yet to begin. Today, we all have gathered here to celebrate the completion of yet another beautiful year, to thank each one of you for the immense effort you all have put throughout, to remember our founding fathers and the well-wishers of our school, and to bid farewell for the dear ones who after this will step into a big world of opportunities and dreams. Let me begin by thanking each one of you for joining us on this auspicious day and making it more colorful. Let us begin this wonderful day by an act of gratitude, by thanking the Almighty for what we have today and well-wishing for what is yet to come. I welcome the school choir group to lead the prayer. Now, I would like to welcome our beloved principal to officially welcome all the dignitaries and each one of you who have gathered here to bless our day. Thank you, ma'am. I am truly honored to welcome our chief guest to inaugurate today's function by lighting the lamp and by addressing the assembly. I would also like to request the other dignitaries on the stage to please join her on doing the honors. Thank you all. Thank you, ma'am, for the lovely words. Now, we begin the cultural program. I hope you all will be loving this glorious day as the team has put together a handful of wonderful programs. Let us begin the fest by a welcome dance by the little sunshines of the kindergarten. Thank you, dears. Please, ladies and gentlemen, give them a big round of applause for this graceful performance. As to balance the weight of the dance, next we have the nightingales of our school bringing us a splendid performance. I welcome the school choir group onto the stage. Please enjoy. Thank you, choir group, for putting up such a melodious song and transporting all of us into a whole different world. With this being said, the cultural programs of the Annual Day 2021 has come to a closure. Now, I would like to invite the head girl for delivering the vote of thanks. Here comes the formal end of this auspicious day. Once again, I would like to thank each one of you who have joined us on this day, taking part in our little happiness. Thank you and have a nice day. Good morning to all. I am Khanashyam Vinod from class 8B. Today I am here to present the pros and cons of online learning. Online education is a form of education that takes place over internet. It is also called e-learning or online learning. Let's look on its advantages. Online classes are convenient. Students can record and share the content of the classes. They have access to learning materials at any time of their comfort. Online classes provides flexibility. Students can learn at any time and whatever they want. Online classes brings education to home. Parents can look over the studies of their children. Having the support of family may help in gaining better knowledge. Online class help us to be self-disciplined. The motivation of studying in an online course comes from a student. It's something like student-centered learning. Online classes are efficient and productive. Teachers can deliver the lesson to the students in an efficient way. They have access to digital learning materials like photos, videos, PDFs, etc. Now let's discuss the disadvantages of online classes. Online classes provides a sense of isolation. Students are studying alone. Making a phone or a computer as a companion is a terrible experience. Online classes gives us more freedom.
The freedom which we get from online classes is so dangerous when the student get diverted to social media. Online classes are study-centric. At school, we learn discipline, mingle with friends, play, etc. But online classes cannot offer such things. Students cannot focus. The major problem of the students is that they cannot focus on the screen for a long period. Internet connectivity. All of the students are facing this problem. The students those who are attending an online class needs better internet connection. Students those who are having poor or bad internet connection may affect in their studies. So that was all my speech about pros and cons of online learning. So I hope you all have understood this speech. Thank you and have a good day. Good morning everybody. My name is Sanika Shajip from class 8B. Today I'm here to talk about pros and cons of online learning. Do you like online learning? I love it. At the beginning, it was a nightmare when online classes started, as we couldn't go out to the school or meet any of our friends because of the pandemic. But later, we started getting used to it and found it very interesting. But do you know there's a lot of pros and cons of online learning? So at first, let me talk about some pros of online learning. Online education allows students to attend classes from any location. It also reduces financial costs like transportation fees, etc. I have experienced both offline and online classes and I'm enjoying both views. But eventually, I'm a fan of online class. Online classes are very easy and comfortable. It also improves self-discipline and responsibility. And the other advantage is that there is absolutely no dress code. Online classes you can dedicate in a room for quiet study. Honestly, doesn't this sound like the best and the easiest way to start? So now, let me talk about the cons of online learning. There's a lot of chances of distraction. Students can easily lose track on their studies. Sometimes students can also cheat during exams. Online learning is a struggle with focusing on the screen for a long time. There's also greater chances for students to get distracted by games, social media and other sites. Other disadvantages, online classes should have a proper internet connectivity. Thank you. Stay safe, stay healthy. Good morning everyone, I am Nikita of class 10. Today I am going to speak a few words on the topic pros and cons of online learning. Online learning is becoming more and more popular among the students around the world. The COVID-19 pandemic has triggered some new ways of learning. All around the world, the education institutions are looking towards online platforms to continue with the process of educating students. As a new methods of learning, online learning has its own pros and cons. Firstly, the pros of online learning. Increased flexibility. The biggest advantages of online learning is the increase in flexibility. We can study from where we want, what we want and how we want. Ease of access. The only thing that we need while attending online classes is a computer with internet connection. All other study materials, notes and assignments are given via emails or file transfer system. Improvement in students' attendance. Since students are attending class from home or a location at choice, there is a lesser chance for students to miss out the classes. Secondly, the cons of online learning. Inability to focus on screen. For many students, it is very difficult for them to focus on screens for a long period of time. It is very easy for them to get distracted by social media or any other sites. Lack of social interaction. The biggest disadvantages of online learning is lack of social interaction. It is very efficient, it is very relevant for young undergraduates who should be making friends and spending a great time. Technological issues. As online learning need internet connection, in small cities or towns, there is a very consistent with a lower internet connection. So it will be difficult for students or teachers to have continuity. Thank you.